എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അമേരിക്കൻ ന്യൂസൊക്കെ കണ്ടിട്ട് നമ്മുടെ കുറച്ച് ഫോളോവേഴ്സും ഫാമിലിയിലുള്ളവരും അതുപോലെ നാട്ടിലുള്ള ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് കുറേ ദിവസങ്ങളായിട്ട് മെസ്സേജ് ഇട്ട് അന്വേഷിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ സേഫായിട്ടിരിക്കുന്നു. അപ്പം ഇപ്പോഴത്തെ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ മാറ്റം കൊണ്ട് ചെറിയ നമ്മുടെ ഒച്ചയടപ്പും പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് ശബ്ദമൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞപ്പം അതൊന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ആഴ്ച പുതിയതായിട്ട് ഇറങ്ങിയ ജയ ജയ ഹേ മൂവി കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കി. പിന്നെ കൂട്ടത്തിൽ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മട്ടൻ കറിയുടെ റെസിപ്പിയും കൂടെ ഇന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെയുള്ള ഞങ്ങൾ മലയാളി ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ചെറിയൊരു ന്യൂ ഇയർ ആഘോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മട്ടൻ കറി വെക്കുന്നതിനായിട്ട് 2 സവാള, പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും, ഒരു കഷ്ണം ഇഞ്ചി, ഒരുണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. സവാള നീളത്തിലരിഞ്ഞു, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്ത് പച്ചമുളക് നെടുകെ കീറി പിന്നെ മട്ടനും ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് പിന്നെ പച്ചമുളക് ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നമുക്ക് ആ പച്ചമണം ഒന്ന് പോകുന്നതിനായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അരിഞ്ഞു വെച്ച സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴണ്ട് കിട്ടുന്നതിന് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. നാട്ടിലെ സവാള പോലെ നമുക്ക് ഇവിടെ കിട്ടുന്ന സവാള പെട്ടെന്ന് അങ്ങനെ സോഫ്റ്റായി വരത്തില്ല. അപ്പോൾ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സവാള നന്നായിട്ട് സോഫ്റ്റായി ചെറുതായിട്ട് നിറം മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. പിന്നെ ഒരു 1.5 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തു. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല വറുത്ത് പൊടിച്ചതും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും പിന്നെ എരിവിന് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളകിൻ്റെ പൊടിയാണ്. നല്ല എരിവാണ്. അതുകൊണ്ട് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അവരവരുടെ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ചേർത്തോണം. ഈ പൊടികളൊക്കെ നമ്മൾ കഴുകി ഉണക്കി മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ് കറിക്കൊക്കെ. അത് കഴിഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്തിട്ട് നല്ലപോലെ മസാല എല്ലാം അതിലോട്ട് പിടിക്കുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർക്കാം. അപ്പോൾ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. വിസിലിൻ്റെ കണക്ക് വെച്ച് പറയാൻ പറ്റില്ല. അത് ഇപ്പോൾ ഒരുപാട് പഴയ കുക്കറൊക്കെയാണ്, വാഷറൊക്കെ ഒത്തിരി പഴയതാണെങ്കിലും അതിന് വ്യത്യാസം വരും. പിന്നെ മട്ടൻ്റെ വേവാണെങ്കിലും നമുക്ക് ഓരോ നാട്ടിലും കിട്ടുന്നത് വ്യത്യാസമുണ്ട്. ഇപ്പം നാട്ടിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ മട്ടൻ അങ്ങനെ ഒരു മട്ടൻ്റെ ഒരു വല്ലാത്ത സ്മെല്ല് വരുമല്ലോ, അതൊന്നുമില്ല. പിന്നെ സോഫ്റ്റ് മീറ്റാണ്, പെട്ടെന്ന് വേകും. ഇനി മട്ടൻ വേകുന്ന സമയത്ത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഇടിയപ്പത്തിന് വേണ്ടി അരിപ്പൊടി വാങ്ങിക്കുമ്പം അപ്പം പത്തിരി ഇടിയപ്പപ്പൊടി എന്നുള്ള അങ്ങനത്തെ പൊടിയാണ് വാങ്ങേണ്ടത്. അപ്പോൾ അതാവുമ്പോൾ നമ്മുടെ നല്ല പശയില്ലാത്ത പച്ചരിയുടെ പൊടി, നൈസായിട്ടുള്ള പൊടി വറുത്തെടുത്തിട്ടുള്ളതാണ്. പുട്ടിൻ്റെ പൊടിയിൽ അല്പം തരി കാണും. ഈ അപ്പം ഇടിയപ്പ പൊടിയിൽ ഒട്ടും തരിയില്ലാത്ത നൈസ് പൊടിയായിരിക്കും. ഇപ്പം ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴി എനിക്ക് ഇവിടുന്ന് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് കുറേ വർഷം മുന്നേ വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ പിരി വെട്ടിപ്പോയി. ഇപ്പം അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ അവിടുന്ന് നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു 3 സൈസ് അച്ചുണ്ട്. തീരെ ചെറുത്, അതിൻ്റെ വലുത്, പിന്നെ മിക്സ്ചറിൻ്റെ ഒക്കെ പരുവല്ലേ, പിന്നെ പക്കാവട മുറുക്കൊക്കെ ഉണ്ടാക്കുന്ന പലതരം അച്ചുണ്ടായിരുന്നു. ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ എടുത്ത് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മളിവിടെ ആരെന്ത് ചെയ്താലും അപ്പൂസ് വന്നിട്ട് എല്ലാത്തിലും ഒന്ന് കൈ വെക്കും. ഇല്ലെങ്കിൽ ആൾക്കൊരു സമാധാനക്കേടാണ്. അപ്പം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുവാന്നാണ് ആൾ പറയുന്നത്. അപ്പം ഞാൻ എന്തായാലും കുറച്ച് സമയം അത് കൊടുത്തു. ഇല്ലെങ്കിൽ അത് ചെയ്യണം എന്നുള്ള നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ തിരിച്ചു തരും. അവർക്കതൊന്ന് തൊട്ട് ഒന്ന് ഫീൽ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് ഇവിടെ സ്നോ ഉണ്ടായിരുന്നു. പിന്നെ മോക്കൊക്കെ വെക്കേഷൻ ആയിരുന്നു. 10 ദിവസത്തോളം അവധിയൊക്കെ ഉള്ള സമയത്ത് എടുത്തതാണ്. അപ്പോൾ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച് എല്ലാവരെയും കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അർജേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു. ഇടിയപ്പമൊക്കെ ഒന്ന് കുഴച്ച് തന്നു. അരിപ്പൊടിയിലേക്ക് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, എണ്ണയൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തു. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടൊരു പരുവത്തിനാണ് കുഴച്ചെടുത്തത്.
ഇത് പൊൻകതിർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് അരിപ്പൊടിയാണ്. അപ്പം ഞാൻ നാട്ടിൽ പോയപ്പം ലുലുവിൽ നിന്ന് വാങ്ങിച്ചതാണ്. 5 കിലോയുടെ പാക്കറ്റ് ആയതുകൊണ്ട് വാങ്ങിയതാണ്. അപ്പം നാട്ടിൽ ഇത് എത്രത്തോളം കോമൺ ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല പൊടിയായിരുന്നു. മട്ടൺ 3/4 ഭാഗത്തിന് വെന്തിട്ടുണ്ട്. 3 വിസിൽ കഴിഞ്ഞ് ഞാൻ തീ ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷറെല്ലാം പോയി കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് അതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്തു. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ നമ്മുടെ മാഗിയുടെ കോക്കനട്ട് പൗഡറില്ലേ അത് കലക്കിയെടുത്തതാണ്. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ബാക്കിയും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിൽ മതിയാവും. എനിക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അടിച്ചപ്പോൾ തന്നെ വെന്തു. പിന്നെ അതിൻ്റെ തണുത്ത പ്രഷറെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് തുറന്നത്. ഇടിയപ്പത്തിന്റെ മാവ് കുഴച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ചുറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരു ഇഡ്ഡലിത്തട്ടിലേക്ക് എണ്ണ തൂത്തിട്ട് ഞാൻ ഓരോന്നായിട്ട് ചുറ്റിയെടുത്തു. അപ്പോൾ ഇവിടെ അങ്ങനെ തേങ്ങ ചേർക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് എണ്ണ തൂത്തതേ ഉള്ളൂ, തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കുഴയ്ക്കുകയും വേണം. അതുപോലെ ചൂടോടെ തന്നെ അത് ചുറ്റിച്ചെടുക്കുകയും വേണം. ഇല്ലെങ്കിൽ നമുക്ക് നല്ല പാടായിരിക്കും അത് ഞെക്കിയെടുക്കാൻ. അല്ല, നല്ല ആരോഗ്യം വേണം. കൈയൊക്കെ നന്നായിട്ട് വേദനിക്കാൻ തുടങ്ങും. അപ്പോൾ അതിനേക്കാളും നല്ല ചൂടോടെ തന്നെ ഒരു സ്പൂണോ തവിയോ വെച്ചിട്ട് കോരി അതിനകത്തേക്ക് ഇട്ടിട്ട് ചുറ്റിച്ചെടുത്താൽ മതി. ചുറ്റിച്ചെടുത്തിട്ട് അത് ആവിയിൽ വേവിച്ചെടുത്തു. ഒരു 2-3 മിനിറ്റ് മതി. കാരണം നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോൾ തന്നെ മാവ് വെന്തതാണ്. പിന്നെ ബാക്കി വന്ന മാവ് കൊണ്ട് ചെറിയ കുഴക്കട്ടയില്ല, പിടി ഉണ്ടാക്കത്തില്ല, അതുപോലെ ഉണ്ടാക്കി ഇത് മോന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ മട്ടനും ഉരുളക്കിഴങ്ങും ഒക്കെ ഇപ്പോൾ വെന്ത് റെഡിയായി. അതിലേക്ക് ഇനി നല്ല ഫ്രഷ് കറിവേപ്പിലയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു മട്ടൻ കറി നമ്മുടെ അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ടയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ഇടിയപ്പവും മട്ടൻ കറിയും റെഡിയായി. ഇടിയപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. നല്ല കുറുകിയ മട്ടൻ കറിയാണ്. ഇനി കാണുന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ന്യൂ ഇയറിന് ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 1-2 മിനിറ്റ് കാറിൽ അങ്ങോട്ട് പോകാനുള്ളതേ ഉള്ളൂ. ഇതിനുള്ളിൽ തന്നെ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ ആക്ച്വലി. അപ്പോൾ തണുപ്പും കാര്യങ്ങളും രാത്രിയൊക്കെയാണ്, തിരിച്ചു വരുമ്പോഴും ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് കാറിലാണ് പോകുന്നത്. നമ്മൾ ഉണ്ടാക്കിയിട്ട് പോയത് പനീർ ബട്ടർ മസാലയാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ ഐറ്റം ഉണ്ടാക്കിയിട്ട് വന്നു. പോട്ട്ലക്കായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടിയത് ശ്രീജിത്തിൻ്റെയും പ്രതിഭയുടെയും വീട്ടിലാണ്. അപ്പോൾ പ്രതിഭയാണ് ആ പൊറോട്ട ചൂടാക്കിക്കൊണ്ട് നിൽക്കുന്നത്. പിന്നെ എല്ലാവരും കൊണ്ടുവന്ന ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. കുറേ സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ കോഴ്സായിട്ട് ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു, ചിക്കൻ പെരളൻ, മട്ടൻ പെരളൻ, കപ്പ, ഫിഷ് കറി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ നമുക്കിവിടെ കേരള റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മലയാളികളുടെ ആഹാരങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടത്തില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ഒത്തുകൂടുമ്പോഴാണ് എല്ലാവരും ഇതുപോലുള്ള ആഹാരം ഉണ്ടാക്കുമ്പോൾ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതുവർഷം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈകിട്ട് ഒരു 7:30-ക്കാണ് എല്ലാവരും കൂടെ കൂടിയത്. ഇപ്പം രാത്രി ഒരു 2 മണി കഴിഞ്ഞു. അപ്പം തിരിച്ചെല്ലാവരും വീട്ടിലേക്ക് പോയി തുടങ്ങി. പുറത്ത് നല്ല തണുപ്പായിരുന്നു. സ്നോ ഒന്നുമില്ല, പക്ഷേ -ഡിഗ്രിയിലാണ്.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.